ഞാൻ പറയുന്നുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം തൊട്ട് ഗെയിം കളിക്കുന്ന ആളാണ് അനുമോൾ. അപ്പോൾ ആസ് എ ഗെയിമർ പുള്ളിക്കാരത്തി കളിക്കുന്ന ഗെയിമിനെ വെറുതെ നിസാരവൽക്കരിച്ച് കളയരുത്. ലൈക്ക് പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണെന്നുള്ളത്. ഗെയിം കളി ഒരുപക്ഷെ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടാവില്ല, ഇതുവരെ ടാസ്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമല്ലല്ലോ പ്രേക്ഷകർ മുന്നോട്ട് ഒരാൾ വിടുന്നത്. അവർ കൊടുക്കുന്ന കോണ്ടന്റ് അനുസരിച്ചല്ലേ. അതുപോലെ ഈ ലക്ഷ്മിയെ പോലത്തെ വിവരം കെട്ട കണ്ടസ്റ്റൻസൊക്കെ വന്നിട്ട് ഒരു ബോധമില്ലാണ്ട് ഒരു കാര്യം പറയും. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ ഓൺലൈൻ ഇരുന്ന് കുറേ പ്രസ്താവനയൊക്കെ നടത്തുന്ന യൂട്യൂബർമാരും അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നേരിട്ട് വരുമ്പോൾ ഇവർക്കൊന്നും മുമ്പോട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഒരു കെൽപ്പില്ല. ഇതിനെതിരെ കേസ് കൊടുത്തല്ലോ ദിശ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ, അറിയോ അതിനെപ്പറ്റി? ദിശ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ കേസ് കൊടുത്താൽ അറിയോ? അതിൻ്റെ ഇഷ്യൂ, അതായത് ഒരു കമ്മ്യൂണിറ്റിനെ ഇതേപോലെ നിസാരവൽക്കരിച്ച് കിടന്ന ബോധമില്ലാത്ത അവളെയൊക്കെ ലൈക്ക് നിയമ നടപടിക്ക് നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കണം. നിലവിൽ വല്ലാണ്ട് പി ആറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൽ എന്തോ പി ആർ ആണ് കൂടുതൽ ചർച്ചയാവുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം അറ്റ് ദി എൻഡ് ഒരു 7 days റിമൈനിങ് ഉള്ളപ്പോൾ പി ആർ ഹാസ് നോ ഇഫക്റ്റ്. ആൾക്കാരുടെ ഗെയിമാണ്. അനുമോളെ അങ്ങനെ പി ആർ കൊണ്ട് മാത്രം കോർണർ ചെയ്തിടുന്നതിനെ പറ്റി എന്താ തോന്നുന്നില്ല? എന്ത് പറയുമ്പോഴും പി ആർ അല്ലേ പി ആർ അല്ലേ? എവരിബഡി ഹാസ് എ ഗെയിം അല്ലേ? ലൈക്ക് സോ നമ്മുടെ എന്താ പറയുക, അനുമോളുടെ ഗെയിമാണ്. പുറത്ത് ആൾക്കാർ വിലയിരുത്തുന്നതും പുറത്ത് ആൾക്കാർ പറയുന്നതും ഒക്കെ പോലെ അല്ലായിരിക്കും ചിലപ്പോൾ അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാർ. സോ നമ്മൾ ഒരു ക്യാമറയിൽ നിന്നല്ലേ കാണുന്നുള്ളൂ. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 76 ക്യാമറാസ് കവർ ചെയ്യുന്ന എല്ലാം എടുത്തു കഴിഞ്ഞാൽ ചിലവരുടെ ഗെയിം ഫേക്കായിട്ട് തോന്നും, ചിലവരുടെ ഗെയിം റിയലായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ ആൾക്കാരുടെ പെർസെപ്ഷനാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നുള്ളത് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം തൊട്ട് ഗെയിം കളിക്കുന്ന ആളാണ് അനുമോൾ. അപ്പോൾ ആസ് എ ഗെയിമർ പുള്ളിക്കാരത്തി കളിക്കുന്ന ഗെയിമിനെ വെറുതെ നിസാരവൽക്കരിച്ച് കളയരുത്. ലൈക്ക് പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണെന്നുള്ളത്. ഗെയിം കളിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോണ്ടൻറ്റ് ബേസ്ഡ് നോക്കുമ്പോൾ ചിലവർ ടാസ്ക് ഫോക്കസ് ചെയ്യും. ഇപ്പം ഞാനൊക്കെ ടാസ്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ടാസ്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ മറ്റേ ഈ ക്യാപ്റ്റൻസിയിൽ വരും, മത്സരിക്കും, അങ്ങനെ ഹൗസിൻ്റെ നോമിനേഷൻ ക്യാപ്റ്റൻസിക്ക് വരും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക. ചിലവർ അതല്ലായിരിക്കും, പുറത്ത് പ്രേക്ഷകരുടെ ഇടയിലുള്ള കോണ്ടൻ്റ് ആയിരിക്കും. ലൈക്ക് കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫണ്ണായിക്കോട്ടെ, അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടി ചേർന്ന് അല്ലെ ഒരു എന്താ പറയുക, നമുക്ക് വിസിബിലിറ്റി പുറത്തുണ്ടാവുള്ളൂ എന്ന് നമ്മൾ പുറത്തിറങ്ങി മനസ്സിലാക്കി. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾഡ് സ്കൂൾ പണ്ടത്തെ സീസൺസ് കണ്ടിട്ട് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യണം, അല്ലെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. അനുമോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു ഗെയിമറാണ്. ഒരുപക്ഷെ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടാവില്ല, ഇതുവരെ ടാസ്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമല്ലല്ലോ പ്രേക്ഷകർ മുന്നോട്ട് ഒരാൾ വിടുന്നത്. അവർ കൊടുക്കുന്ന കോണ്ടന്റ് അനുസരിച്ചല്ലേ. അതപ്പോൾ കാണുന്ന പ്രേക്ഷകൻ്റെ ഒരു കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ സീസൺ 7 ഫിനാലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഗെയിമറായിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് മറ്റുള്ള ഗെയിമേഴ്സാണ് പറയേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് ഒരാൾ ഇത്രയും ലെവൽ വരെ എത്തുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപാട് പി ആർ ചെയ്ത ആൾക്കാർ 3-ാമത്തെ ആഴ്ച 4-ാമത്തെ ആഴ്ചയൊക്കെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് മാത്രം ജഡ്ജ് ചെയ്യേണ്ടതെന്നാണല്ലേ? ഡോണ്ട് ജഡ്ജ്. ഒരു ഗെയിം കളിക്കണമെന്ന് നോക്കിയാൽ അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്, അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട്, അക്ബർ ഗെയിം കളിക്കുന്നുണ്ട്, നെവിൻ കളിക്കുന്നുണ്ട്, ആദിൽ കളിക്കുന്നുണ്ട്, നൂറ കളിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഷാനവാസ് കളിക്കുന്നുണ്ട്, എല്ലാവരും കളിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ സോ മേ ദ ബെസ്റ്റ് വിൻ. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ ഉള്ളിൽ കുറച്ചുകൂടി എന്തെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ? എനിക്കോ? ഇല്ല, ഞാനവിടെ റിയലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു. ഞാൻ 3 times ക്യാപ്റ്റൻസിയിൽ വന്നു, കുറേ ടാസ്ക് ജയിച്ചു, ഫൈനലിസ്റ്റ് ആയിരുന്നു കുറേ ടാസ്കിൽ. പിന്നെ അതുകൂടാതെ ഒബ്വിയസ്ലി 50 days കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. സോ ഈ വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്ന ആൾക്കാരൊക്കെ 50 days ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല മിക്കവരും. ഐ തിങ്ക് ഓൺലി സാബുമാൻ ഡിഡ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഫസ്റ്റ് ദിവസം വന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, നമുക്ക്
ഒരു ചെറിയൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടാകും. 21 ഡേയ്സ് കഴിഞ്ഞു ഒരു ഫസ്റ്റ് സ്റ്റേജ്, പിന്നീട് ഒരു 50 ഡേയ്സ് കഴിഞ്ഞു, പിന്നീട് ഒരു 70 ഡേയ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. അപ്പോൾ അതിനുള്ളിൽ ഇറങ്ങി. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റി, ഫാമിലി വീക്കിൽ മമ്മിയും അനിയനൊക്കെ വരാൻ പറ്റി. സോ ഇതൊക്കെ ഓരോ ഡ്രീംസാണ്. നമ്മൾ ഈ ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിം നേരത്തെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് കാണുമ്പോൾ നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. ആ സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാസ്കുകൾ, ലൈക്ക് വ്യത്യസ്തമായിട്ടുള്ള ടാസ്കുകൾ, ഏറ്റവും കൂടുതൽ പണി കിട്ടിയ സീസൺ, അതായത് പഴയ സീസൺസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൈക്ക് ഫസ്റ്റ് ഒരു മാസം ഈ പറഞ്ഞ പോലെ ക്ലോത്ത്സ് ഇല്ലായിരുന്നു നമുക്ക്. കൂടാതെ എന്താ ഭക്ഷണം കുറവായിരുന്നു. ഞാനൊക്കെ 17 കിലോ കുറച്ച്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ്, എന്താണ് അതിൻ്റെ പേര്, ഒരു നമുക്ക് തന്നെ ഇപ്പോൾ ഏത് ഏജ് ലെവലിലുള്ള ഒരാൾക്കായാലും ഇറ്റ്സ് എ പ്രോഗ്രഷൻ. ആ ഒരു പ്രോഗ്രഷൻ കടന്ന ആ ടാസ്കുകളൊക്കെ നമ്മൾ അതിജീവിച്ച് 63 ദിവസം നിൽക്കാൻ പറ്റിയതിൽ ലോട്ട് ഓഫ് ഡ്രീംസ് കെയിം ട്രൂ. അതുപോലെ പറയുന്നുണ്ട് ഇപ്പം അനീഷേട്ടൻ ലാസ്റ്റ് ടൈമിൽ അനുവിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്തുകൊണ്ട് പ്രപ്പോസ് ചെയ്തു, അതൊരു കോണ്ടന്റ് കൊടുക്കൽ മാത്രമാണെന്ന് പറഞ്ഞ ആളുകൾ പറയുന്നത്. ഞാനത് കാണാത്ത സ്ഥിതിക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ അതെന്താണെന്ന്. കാരണം വെച്ചാൽ ഇവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ഗെയിമറായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗെയിം സ്ട്രാറ്റജി ആവാം, അല്ലെങ്കിൽ എല്ലാവരും ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നതാവാം. ഇതെല്ലാം അവരുടെ ഗെയിമാണ്. സോ ലെറ്റ് ദം പ്ലേ ദ ഗെയിം. ഹൂവർ പ്ലേസ് ദ ബെസ്റ്റ് വിൽ വിൻ. അതാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് നോക്കുമ്പോൾ, ഞാനൊരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ മറ്റ് ഗെയിമേഴ്സിനെ നമ്മൾ താഴ്ത്തി കാണിക്കാൻ, ലൈക്ക് അവരുടെ ഗെയിം നമ്മൾ വിലയിരുത്തുക. അപ്പോൾ അനുമോൾ ഈസ് എ ഗെയിമർ, അനീഷ് ഈസ് എ ഗെയിമർ, അവരുടെ ഗെയിം കളിക്കും. കോണ്ടന്റ് കൊടുത്തിട്ടുള്ളത് ആരായിരിക്കും എവിടെ ബിഗ് ബോസ് ഹൗസിൽ? മീൻസ് ലൈക്ക് ഫസ്റ്റ് തൊട്ട് കോണ്ടന്റ് പുറത്ത് എന്താ പോയേക്കണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ഉള്ളിൽ നിൽക്കുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെയോ? അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്റ്റ് ഒപ്പോണൻ്റ് എന്ന് പറയാം. ഡയറക്റ്റ് ഒപ്പോണൻ്റ് വാസ് ഓൾവേസ് മിസ്റ്റർ അക്ബർ ഖാൻ ആൻഡ് മൈ വെരി ഗുഡ് ഫ്രണ്ട്. മിസ്റ്റർ അക്ബർ ഖാൻ ആൻഡ് മീ ഹാവ് മ്യൂച്വൽ റെസ്പെക്റ്റ്. അതായത് അക്ബറിന് ഇങ്ങോട്ടുള്ള റെസ്പെക്റ്റും എനിക്ക് അങ്ങോട്ടുള്ള റെസ്പെക്റ്റും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷേ ആദ്യം നിങ്ങൾ തമ്മിലൊരു അടിയാണെന്നാണല്ലോ എല്ലാവരും. അതാണല്ലോ ഗെയിം. ഈ ഗെയിമിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്ത് ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് എഫക്റ്റ് അസ്. അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. അത് എനിക്കും അറിയാം, അക്ബറിനും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഹാപ്പി ആവുന്ന എപ്പോഴാണ് നമ്മുടെ ഒപ്പോണൻ്റ് ജയിക്കുമ്പോൾ. എനിക്കൊരു സ്ട്രോങ് ഒപ്പോണൻ്റായിട്ട് തോന്നിയിട്ടുള്ളത് അക്ബറിന്. അവൻ ജയിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, മോർ ദാൻ ഹാപ്പി. കാരണം അക്ബർ ഖാൻ എന്നുള്ള ആൾ പുറത്തിറങ്ങുമ്പോൾ ഗ്രേറ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങളിത് വളച്ചൊടിച്ച് പറയും. ഞാൻ പറഞ്ഞ പോലെ ഷാനവാസ് ജയിച്ചാലും ഗ്രേറ്റ് ഫ്രണ്ടാണ്. അനുമോളായാലും അനീഷായാലും എല്ലാവരും ഫ്രണ്ട്സാണ്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് ആദില നൂറ, പിന്നെ എൻ്റെ അനിയൻ നെവിൻ. നെവിൻ ഈസ് എ ഗുഡ് ഗെയിമർ. അവൻ്റെ പ്രോഗ്രഷൻ അങ്ങനെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാലേ, നമ്മൾ ടി വിയിൽ കാണുന്നത് ചിലപ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ സ്പാൻസ് വേറൊരു സ്ഥലത്തേക്ക്, നമുക്കറിയില്ല. ഇതൊക്കെ ഞാനിപ്പോൾ പുറത്ത് വന്ന് കണ്ടിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗെയിം. ആദ്യം വീക്കെൻഡ് എപ്പിസോഡ്സ് കാണും, പിന്നെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണും. ഞാൻ ടിക്കറ്റ് ഫിനാലെ നൂറുടെ പെർഫോമൻസ് പൊളി. സോ നമ്മൾ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് കാണുന്ന നൂറയല്ല നേരത്തെ കണ്ട നൂറ. അതേപോലെ ഇപ്പോൾ അനുമോളുടെയും അനീഷിൻ്റെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ പോയി കണ്ടാലേ അറിയാൻ പറ്റും. പോകുമ്പം അവരോടൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ള എന്താ? ഉള്ളിലേക്ക് ഉള്ളിൽ പോകുമ്പം ഓരോരുത്തരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടോ? അതോ എന്തെങ്കിലും? എൻ്റെ അഭിപ്രായത്തിൽ ആരും ഒന്നും അറിയരുത് പുറത്തുള്ള. പക്ഷെ അതാണ് റൂൾസ്. അവർ കളിക്കട്ടെ. അപ്പോൾ ലൈക്ക് അവരെ കളി പുറത്തേക്ക് വരട്ടെ. ലെറ്റ് ദം യൂസ് ദെയർ ബ്രെയിൻസ്. ഈ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ഒരിക്കൽ വേട്ടയാടപ്പെടുന്നു തോന്നുന്നുണ്ടോ? ആര്? താങ്കൾ വേട്ടയാടപ്പെടുന്നു തോന്നുന്നുണ്ടോ പുറത്തിറങ്ങിയിട്ടും? വേട്ടയാടുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു പോസ്റ്റ് അന്ന് ഇട്ടിട്ടുണ്ടല്ലോ, അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു ഫാൻസ് ഗ്രൂപ്പിൻ്റെ അറ്റാക്ക് അല്ലേ? അത് ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ സൈബർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അതൊക്കെ ഞാൻ വക്കീലാണ്, എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് സിവിൽ ഡിഫമേഷൻ എനിക്ക് ഫയൽ ചെയ്യാം. ഷോവിന് എനിക്ക് ജിയോ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ബിഗ് ബോസിന് എൻ്റെ മോൾ ഷോയിനോട് കടപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അല്ല, ഞാൻ ശ്രമിക്കുന്ന പറയല്ലേ, ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു എന്താ പറയുക, ബിഗ് ബോസിൽ 63 ഡേയ്സ് നിന്നിട്ട് ആ ഒരു ലെവൽ ഓഫ് മെൻ്റൽ സ്ട്രെങ്ത്തിൽ വരിക. അപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങൊക്കെ നമ്മളെ ഏൽക്കുന്നില്ല. ആൾക്കാർ ചുമ്മാ കിടന്നിട്ട്
കളിയാക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സുഖം കിട്ടണ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാലോ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുക, ഇത് ഒരു റൂട്ടീനായിട്ട് തോന്നുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് നമുക്ക് എന്താ പറയുക, അതിനുള്ള അതിൻ്റെ രീതിയിൽ ചെയ്യാം. ഓൺലൈൻ ആൾക്കാർ കിടന്ന് കുരക്കണ പട്ടി കടിക്കാറില്ല. ലക്ഷ്മി കണ്ടിട്ട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തോ മിണ്ടിയോ കണ്ടിട്ട് മിണ്ടിയോ? ആരാ അത്? ലക്ഷ്മി കണ്ടിട്ട് മിണ്ടിയോ? ആര്? ലക്ഷ്മി മിണ്ടിയോ? സംസാരിച്ചോ? ലക്ഷ്മി ആര്? ആരാ? ഇല്ല, ഈ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാകുമ്പം ഉള്ളൊരു സപ്പോർട്ട് കാണും. എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പം ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു? അത് കിടിലാണ്. അത് നാട്ടുകാരെ സ്നേഹമാണ് റിയൽ. അല്ലാതെ ഓൺലൈൻ ഇരുന്ന് ഈ മറ്റേ ഈ ഫേക്ക് അക്കൗണ്ടിൽ കിടന്നിട്ട് ഇന്നലെ വിളിക്കണ ഇതിൽ മുകളിലേക്ക് നിന്നിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ ഗെയിമറായിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. ബാക്കി ആൾക്കാർ ആരാ എനിക്കറിയില്ല. കണ്ട ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ചാൻസ് ആരാണ് കൂടുതൽ കപ്പെടുക്കാൻ നിലവിലൊരു ഗെയിം കാണുമ്പോൾ? എന്തോ കപ്പെടുക്കാൻ ആരായിരിക്കും നിലവിലൊരു ഗെയിം കാണുമ്പോൾ എടുക്കാൻ സാധ്യത? കപ്പെടുക്കാനല്ലേ? എനിക്ക് ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ദിവസം തൊട്ട് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ, അക്ബർ, പിന്നെ അനുമോള്, പിന്നെ അനീഷ്, നൂറുണ്ട്, നെവിൻ, ഷാനവാസ്, ആദില, ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത് ആർക്കാ? പുറത്തോ? പുള്ളി ഏറ്റവും കൂടുതൽ താങ്കളോട് ചോദിക്കുന്നതൊക്കെ ആരെ പറ്റിയിട്ടായിരുന്നു? ഏറ്റവും കൂടുതൽ ഫാൻ എന്നോട് എപ്പോഴും ഈ മറ്റേ ഈ വെറുപ്പിക്കലാണ് മറ്റേ ഇഷ്യൂ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്മി മസ്താനി ഇത് തന്നെ ഫുൾ ടൈം അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. വേറെ നമ്മൾ ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, എൻ്റെ അഡ്മിഷനെ പറ്റി ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗെയിം പ്ലാൻ സ്ട്രാറ്റജിനെ പറ്റി ചോദിക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു രേണുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ചോദിക്കും. എല്ലാവരും ഒന്നും ആരും കാണുന്നില്ല അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ആര്യനായിട്ടുള്ള ചോദിക്കും. ഈ സാധനം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ബോറടിച്ചു. ഞാൻ കുറേ ശക്തിയോടെ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ ചില ആൾക്കാർ പോയിട്ട് ചില ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് അതിലൊക്കെ ഭയങ്കര ഷോകായിട്ടുള്ള വർത്തമാനമൊക്കെ പറയുമ്പോൾ അവർക്ക് നിലപാടില്ല. നമ്മളീ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാതെ ഉള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ പൈസ കിട്ടായിരിക്കും, പക്ഷേ പൈസക്ക് വേണ്ടി എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ പറഞ്ഞ പോലെ ഞാനൊരു എൻ്റെ രീതിയിൽ ഈ ഗെയിം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതലും ഗെയിമിനെ പറ്റി എന്താ പറയുക അനലൈസ് ചെയ്ത് സംസാരിക്കാം. കാരണം വെച്ചാൽ ഒരു വിന്നർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വിന്നറിനോടുള്ള ഫോക്കസ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഉന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു വീഡിയോയിൽ, അതായത് ഈ ഹോമോസെക്ഷാലിറ്റി അങ്ങനത്തെ ആളുകളെയൊക്കെ വെറുക്കുന്ന അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് നോർമലൈസിങ് ഹോമോഫോബിയ. ഞാൻ പറഞ്ഞത് ഹോമോഫോബിയ മിസ്ആൻഡ്രി. കാരണം വെച്ചാൽ ഹോമോഫോബിയ മീൻസ് ലൈക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമയത്ത് 2025 നമുക്ക് മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരെ എന്നാലും ഒരു ഗ്രൂപ്പിലൊക്കെ കൊണ്ടിട്ട് ഇവന്റെ വീഡിയോന് താഴെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനല്ലേ നമുക്ക് പോലീസൊക്കെ ഉള്ളത്. നിയമ നടപടികൾ എടുക്കണം. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലക്ഷ്മിയെ പോലത്തെ വിവരം കെട്ട കണ്ടസ്റ്റൻസൊക്കെ വന്നിട്ട് ഒരു ബോധമില്ലാണ്ട് ഒരു കാര്യം പറയും. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ ഓൺലൈൻ ഇരുന്ന് കുറേ പ്രസ്താവനയൊക്കെ നടത്തുന്ന യൂട്യൂബർമാരും അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നേരിട്ട് വരുമ്പോൾ ഇവർക്കൊന്നും മുമ്പോട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഒരു കെൽപ്പില്ല. ഇതേ നമുക്ക് അറിയുള്ളൂ, ഈ സർഫസ് ലെവൽ നോളജ്. അപ്പോൾ അതേപോലത്തെ ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. അവർക്ക് സുഖം കിട്ടിയായിരിക്കും, ഒരു മാനസികമാണത്. ഇങ്ങനെ തെറി വിളിച്ചിട്ട് ഒരു ആസ്വദിക്കുക. ഇപ്പോൾ ഒരു പെങ്കൊച്ച് മരകളെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇല്ല. ഇവർക്കൊക്കെ ഉടുക്കാൻ ഇത് അതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവളെ നോക്കിക്കൊണ്ടിരിക്കുക, വായ നോക്കി. എന്നിട്ടാണ് അവളെ സദാചാരം ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ അവന്മാരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവനൊക്കെ ആരാ സൊസൈറ്റിയിൽ ആവശ്യമുള്ളവനാണ്, താഴത്തെ നിലയിൽ കിടക്കുന്നവനൊക്കെ നമ്മളപ്പോൾ അഴുക്കുപിടിച്ച സ്ഥലം എന്ത് ചെയ്യും? തൂത്തുകളയും. അതാണ് പോലീസൊക്കെ ഉള്ളത്, ഇവിടെ നിയമമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുത്തം വിവരക്കേട് പറയുകയാണെങ്കിൽ അവനെ റെസ്പോൺസിബിൾ ആക്കണമെങ്കിൽ ഒരു സൈബർ കംപ്ലൈന്റ് കൊടുക്കുക. പറഞ്ഞത് വിവരക്കേടാണ്. അതായത് നാദിലൂരെ കുറിച്ച് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിവരക്കേടല്ലേ? എന്നിട്ട് പുറത്ത് എന്തുകൊണ്ടാണ് ലക്ഷ്മിക്ക്? അതിപ്പോൾ നിങ്ങൾക്ക് വിവരക്കേടായിട്ട് തോന്നിയില്ലേ? ഭൂരിഭാഗം പേരിക്കും വിവരക്കേടായിട്ട് തോന്നണം, മനസ്സിലായോ? അല്ലാതെ ഈ പറഞ്ഞാൽ ഓൺലൈൻ കിടന്നിങ്ങനെ വെറുതെ പറയണ പോലെ അല്ലല്ലോ, റിയാലിറ്റിയിൽ അങ്ങനെയല്ലല്ലോ. അതിന് ലക്ഷ്മിക്കെതിരെ കേസ് കൊടുത്തല്ലോ, ദിശ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ. അറിയോ അതിനെപ്പറ്റി? ദിശ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ കേസ് കൊടുത്താൽ അറിയോ? അതിൻ്റെ ഇഷ്യൂ, അതായത് ഒരു കമ്മ്യൂണിറ്റിനെ ഇതേപോലെ നിസാരവൽക്കരിച്ച് കിടന്ന ബോധമില്ലാത്ത അവളെയൊക്കെ
ലൈക്ക് നിയമ നടപടിക്ക് നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കണം. ലൈക്ക് ഇതേപോലത്തെ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഗെയിം തന്നെ കളിപ്പിക്കാൻ യോഗ്യതയില്ല. അവർ സൊസൈറ്റിയിലും ഗുണമില്ല, ഗെയിമിലും ഗുണമില്ല. അത് തന്നെ എക്സാക്ട്. അപ്പോൾ അവരെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ നിയമ നടപടി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ കാര്യം നമുക്കറിയാം.